المذكورين بحق محمد وبفضل محمد وبجاه محمد وببركة محمد. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർ വിശാലമായ പള്ളിപ്പറമ്പിൽ മൈലാഞ്ചി ചെടികൾ കഥ പറയുന്ന മീസാൻ കല്ലുകൾ കാവൽ നിൽക്കുന്ന മണ്ണിനടിയിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്, ആശ്വാസം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബന്ധങ്ങളും ഞങ്ങളുടെ നന്മകളും അവരിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുമെല്ലാം സ്വീകാര്യതയോടെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഉമ്മ ബാപ്പ ചേട്ടാരന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ SSLC മുതൽ +2 മുതൽ ഡിഗ്രി, അതുപോലെ തന്നെ BBS, MCom, BCom തുടങ്ങി പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ പഠനങ്ങളിൽ നീ മികവ് നൽകണമേ, വിജയം നൽകണമേ. രാജ്യത്തിന് ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന, ഉമ്മത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിദ്യാസമ്പന്നരായ സമൂഹത്തെ നീ വളർത്തിയെടുക്കണേ അല്ലാഹ്. ആലിമീങ്ങളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ ശത്രുതയും നീ നശിപ്പിക്കണേ അല്ലാഹ്. എല്ലാ കൊടിയ ശൈത്താനിയായ ബുദ്ധിമുട്ടുകളും നീക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിവാഹ വൈവാഹിക ബന്ധങ്ങൾ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞിട്ടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ, റിസ്ഖ് നൽകണേ, സമാധാനം നൽകണേ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഉംറ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. പ്രവാചകനുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഹ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുടെ കൊടുത്തു വീഴാൻ, ഞങ്ങൾ അഭിമാനം നഷ്ടപ്പെടാതെ കൊടുത്തു വീഴാൻ ഭാഗ്യം തരണേ. കിട്ടാനിന്റെ കൊടുക്കാനും എളുപ്പമാക്കണേ. ഒരു ഭവനം സ്വപ്നമായ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണേ. ഭവനത്തിന്റെ പണികൾ നീ, അതിന്റെ കർമ്മങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ. ഇവിടെ വന്ന ആയിരങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ വേദനകളും വേദനകളും അറിയുന്ന രാജാതിരാജനായ തമ്പുരാനെ, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാം പരിഹരിക്കണേ അല്ലാഹ്. ഇമാംപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഭരണാധികാരികൾ, പിന്നിട്ട ഇന്നലകളിൽ ഈ നാടിന് നേതൃത്വം കൊടുത്തവര്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും നാട്ടിലെ കാരണവന്മാർ, അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു പോയവർ, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ഈ ഉറൂസിന്റെ വേളകളെ ഭംഗിയാക്കി സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വർഷവും ഞങ്ങളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ, മെഡിക്കൽ സംഘങ്ങൾ, ഫയർഫോഴ്സ് സംഘങ്ങൾ, KSRTC സംഘങ്ങൾ, KCB സംഘങ്ങൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഭക്തജനങ്ങൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു വേദന പോലെ, കറുത്ത അധ്യായം പോലെ ഞങ്ങളെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന വെടിവെപ്പിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങള്, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. കടലിൽ മരണപ്പെട്ടു പോയവർ, ഇന്നലെയും കടലിന്റെ ആഴങ്ങളിൽ പെട്ടുപോയ ഒരു സഹോദരന്റെ കുടുംബം കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻകാല ഭരണാധികാരികൾ, പ്രവാസത്തിന്റെ ജീവിതം തെരഞ്ഞെടുക്കേണ്ടി വന്ന കുടുംബങ്ങളെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ, നീ അവർക്കും ആരോഗ്യവും അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധിയും നൽകണേ തമ്പുരാനെ. പ്രിയപ്പെട്ട പൗരസമിതി അംഗങ്ങൾ എല്ലാവരും നമ്മുടെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അന്നദാനം പുണ്യദാനം പോലെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട പൗരസമിതിയുടെ ആളുകൾ അവരുടെ നന്മകളെ, മാനുഷിക മാനവികമായ നന്മകളെ, പ്രോത്സാഹനങ്ങൾ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഓട്ടോ സ്റ്റാൻഡിൽ ദാഹിച്ചു വലഞ്ഞവർക്ക് യൂറൂസിന്റെ വേളയിൽ തെളിനീര് നൽകുന്ന പ്രിയപ്പെട്ട ഓട്ടോ സ്റ്റാൻഡിലെ സഹോദരങ്ങൾ, അതുപോലെ മറക്കാൻ കഴിയില്ല മനോഹരമായ ഭീമാപ്പള്ളിയുടെ ഈ ചരിത്ര മുഹൂർത്തത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയരുന്ന മനോഹരമായ ധ്വജമുണ്ട്, കൊടിയുണ്ട്. ആ കൊടിയൂരിലെ ഭീമാപ്പള്ളിയിലെ ബ്രാഞ്ച് കമ്മിറ്റി സഹോദരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രവാസ ലോകത്തെ കഠിനാധ്വാനത്തിന്റെ വിയർപ്പിന്റെ അംശത്തിന്റെ ഗന്ധമുള്ള കൊടിയടയാളമാണ് ഈ ഭീമാപ്പള്ളിയിലെ മഹാരഥന്മാരെ സാക്ഷി നിർത്തി ജനപ്രതി
നിങ്ങൾ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നത് അവരുടെ അധ്വാനങ്ങളെ, അവരുടെ പരിമിതികളില്ലാത്ത സ്നേഹത്തെ, അവരുടെ സാമ്പത്തികമായ സഹായങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. തൃശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശി സൽമാ മൊയ്തീൻ കഴിഞ്ഞ ഒരു ദിവസം കാലിന്റെ മുട്ടിന് വേദന വന്നുകൊണ്ട് പ്രയാസം തോന്നിയിരുന്നു. അവരാണ് നേർച്ചയാക്കിയിരുന്നു. 10,000 രൂപ സംഭാവന നൽകുന്നു. അവർക്ക് നീ ശമനം നൽകണേ തമ്പുരാനെ. ഇവിടെ സദഖകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജമാഅത്ത് അറിയാൻ എന്റെ ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ആരൊക്കെ ഏതൊക്കെ മനുഷ്യർ അവരെ സങ്കടപ്പെടുന്ന മുറിവ് പറ്റിയ പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെല്ലാം പ്രാർത്ഥനക്ക് അർഹരൊന്നുമല്ലെങ്കിലും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കിന് വന്ന മനുഷ്യരുടെ നല്ല മനസ്സുകളുടെ സാക്ഷ്യത്താൽ ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹ് മുഴുവൻ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം തരണേ തമ്പുരാനെ. അതേവരെ ഇന്ത്യയിൽ മതമുള്ളവരും മതമില്ലാത്തവരും രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾ മുൻഗാമികൾ ചെയ്തു പോയ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും സർവരും തോളോട് തോൾ ചേർന്ന് ഐക്യത്തിന്റെ മനോഹരമായ സുഗന്ധം വരച്ച് ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. രാജ്യത്തെവിടെയും ലോകത്തെവിടെയും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ, അരികവൽക്കരിക്കപ്പെടുന്ന മനുഷ്യൻ, ദുർവിധി അനുഭവിക്കുന്ന മനുഷ്യൻ, നീതി കിട്ടാത്ത മനുഷ്യൻ, അവർക്കൊക്കെ നീ നീതി നൽകണേ തമ്പുരാനെ. പോരാട്ടത്തിന്റെ മാനവികതയുടെ സ്വാതന്ത്ര്യത്തിനും മോചനത്തിനും നിലകൊള്ളാൻ നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا افرغ علينا وصبرا وثبت اقدامنا تنصرنا للقوم الكافرين. امين برحمتك يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم. اللهم صل على محمد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാപ്പള്ളി ഉറൂസിന്റെ മഹാമഹത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി ഇമാപ്പള്ളിയുടെ അന്തരീക്ഷങ്ങളിലേക്ക് ഇമാപ്പള്ളിയുടെ ഉറൂസിന്റെ പ്രാരംഭത്തിന്റെ കൊടി ബഹുമാനായ ഇമാപ്പള്ളിയുടെ പ്രസിഡന്റ് അബ്ദുൽ അസീസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഇമാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളുടെ അകമ്പടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ പൊന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീർത്ഥാടകരായ ആയിരങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കുകയാണുള്ളത്, ബഹുമാനായ ഇമാപ്പള്ളിയുടെ പ്രസിഡന്റിന്റെ കൊടി ഈ നാടിന്റെ കൊടിയാണ്, ജമാഅത്തിന്റെ കൊടിയാണ്. അത് ലോകത്തേക്ക് മുഴുവനും ഉയരുന്ന കൊടിയാണ്. ആ കൊടി അതിന്റെ കാലിൽ നിന്ന് നേരിട്ട് സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനം പൂർത്തിയാക്കിയതിനു ശേഷമേ മറ്റുള്ള ആളുകളുടെ സഹോദരങ്ങളുടെ കൊടി നിങ്ങൾ പുറത്താവൂ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. قولوا تكبير الله أكبر. قولوا تكبير الله أكبر. قولوا تكبير الله أكبر. قولوا تكبير الله أكبر. بدر الكبر شتمدا أكبر. بدر الكبر شتمدا الله أكبر. الله بدر الكبر شتمدا الله أكبر. الله أكبر. بدر الكبر شتمدا الله أكبر. الله أكبر. بدر الكبر شتمدا أكبر. الله بدر الكبر شتمدا. لا إله إلا الله. 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 لا إله
Allah